അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ളോഗ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് മാങ്ങാച്ചാർ ഇടാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒന്ന് കണ്ടോ കേട്ടോ. അപ്പൊ ഗൈസ് അതിന് വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ വേണം. പ്രധാനപ്പെട്ട സാധനം മാങ്ങയാണല്ലോ. അപ്പൊ മാങ്ങ വേണം. ഞാനൊരു 4-5 മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങയായിരുന്നു കേട്ടോ, പച്ചമാങ്ങയാണ്. അപ്പം പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി, കറിവേപ്പില, അതേപോലെ തന്നെ അല്പം ഇഞ്ചി, പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന എന്തൊക്കെയായിരുന്നു, ഇതെന്താ ചേച്ചി? ഉലുവാപ്പൊടി, അതേപോലെ തന്നെ എന്താ പറയുന്നത്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കായം കേട്ടോ, പെരുങ്കായപ്പൊടി, പിന്നെ കടുക്, പിന്നെ നമ്മുടെ ഓയിൽ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണാം. അപ്പോൾ ഗൈസ് അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു പാന് നമ്മൾ നല്ല ചൂടായി വരുന്നിടം വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ച് പാത്രം ഒന്ന് പാൻ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഓയിലൊന്ന് ചൂടാക്കിയെടുക്കണം. നല്ലതായിട്ട് ഓയിൽ ചൂടായിട്ട് വേണം നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം കടുക് അതിൻ്റെ അകത്ത് ഇട്ട് നോക്കുക, പൊട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതനുസരിച്ചിട്ട് ബാക്കി കടുക് ഇട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കേണ്ടതാണ്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എനിക്ക് സൺഫ്ലവർ ഓയിൽ ഇവിടെ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ്. അല്ലെങ്കിൽ നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒലിവ് ഓയിൽ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ കടുകെണ്ണ വേണമെന്നുണ്ടെങ്കിൽ കടുകെണ്ണയ്ക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മുടെ കടുക് നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പം പാൻ ചൂടായി, എണ്ണയും ചൂടായി. അപ്പോൾ കടുക് പൊട്ടിച്ചു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ തന്നെ കറിവേപ്പിലയും നമ്മൾ ആഡ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ഇഞ്ചി നമ്മൾ ആഡ് ചെയ്തു, ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ പുറകാലെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഗാർലിക്കും നമ്മൾ കറിവേപ്പിലയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് ഒന്ന് അത് മൂപ്പിച്ചെടുക്കണം. നമുക്ക് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതായിട്ട് അതൊന്ന് എന്താ പറയുന്നത് ഇളക്കി നമ്മളതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മളതൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കിന് ഏകദേശം നമ്മുടെ ഇത് ബ്രൗൺ കളറായി വരുന്നു. അതിലേക്ക് നമ്മൾ അല്പം എന്താ പറയുന്നത് ടെർമറിക് പൗഡർ ആഡ് ചെയ്തു. ടെർമറിക് പൗഡർ ആഡ് ചെയ്ത ശേഷം നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കുകയാണ്. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഉലുവാപ്പൊടി ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഉലുവാപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി നമ്മൾ ആഡ് ചെയ്തു. ഉലുവാപ്പൊടി കിട്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഉലുവ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്താ പറയുക പൊടിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും നമുക്ക് എരിവുള്ള ഒരു 1/2 ടേബിൾ സ്പൂണ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാം. ഇവിടെ ഞങ്ങൾ 2.5 ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പുറകാലെ നമ്മൾ കായപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കായപ്പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കണം നമ്മൾ. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇടാവും ആദ്യം. അത് കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉപ്പ് കൂടി പോകരുത് കേട്ടോ. അപ്പം നമ്മൾ ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ മൂത്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഒന്നിനും കൊള്ളാതായി പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇനി ഒരു 1/2 ഇതിൻ്റെ അകത്ത് വേണ്ടുന്ന മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യില്ല, നമ്മൾ വിനാഗിരിയാണ്. അപ്പം നമ്മളൊരു കൈക്കണക്കിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് ഏകദേശം നമ്മളൊരു 1/2 കപ്പോളം വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് മീൻസ് നമ്മളൊരു എന്താ പറയുക ഒരു 1/2 കപ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് അത് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടികളും ഈ സാധനങ്ങളും എല്ലാം കൂടെ അതിൻ്റെ അകത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നോക്കണം ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒന്നരപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളിത് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന്
നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊന്നും ഇനി ഇപ്പോൾ ആഡ് ചെയ്യാനില്ല. നമുക്കിനിയുള്ളത് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള മാങ്ങയാണ് നമുക്കിനി ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഏകദേശം നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്, കരിഞ്ഞു പോകരുത് ഒന്നും. ഓക്കെ, അപ്പോൾ നമ്മളിനി മാങ്ങ എടുത്ത് മാങ്ങ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് മാങ്ങ വേണം, പിന്നെ അതേപോലെ തന്നെ വിനാഗിരി വേണം, അതേപോലെ തന്നെ ഉലുവാപ്പൊടി, കായപ്പൊടി. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് മസ്റ്റാണ്. കായപ്പൊടി ഉലുവാപ്പൊടി നമുക്ക് മസ്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് വേണ്ടതാണ് അച്ചാറിന് വേണ്ടിയിട്ട്. അതേപോലെ വിനാഗിരിയും. വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേടായി പോവും. ഓക്കെ, അപ്പോൾ ഇത് നല്ലതായിട്ട് എല്ലാം മിക്സ് ചെയ്യുക, നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ലോ ഫ്ലെയിമിൽ തന്നെ ഇടാവൂ, ആരും ഹൈ ഫ്ലെയിം ആക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാവൂ, അല്ലെന്നുണ്ടെങ്കിൽ അഴുക്കായി പോകും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് 1 മിനിറ്റത്തേക്ക് നമ്മളൊന്ന് ഇളക്കിയെടുക്കും. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേന്ന് വെച്ചാൽ ആ മാങ്ങ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ആ പച്ച ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 മിനിറ്റോളം നമ്മൾ ഇതിട്ട് എന്താണ് നമ്മൾ സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് ഇളക്കിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മാങ്ങ അച്ചാർ അങ്ങനെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തണുക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വൃത്തിയുള്ള ഒരു ഒരു കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തുടച്ചെടുത്തിട്ടുള്ള ഉണങ്ങിയിട്ടുള്ള അതിൻ്റെ അകത്ത് ഇട്ട് വെക്കുക. ഓക്കെ.